ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 3ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള വാട്ടർ ആൻഡ് ലൈഫ് എന്നുള്ള പാഠഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ മലയാളം മീഡിയം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇംഗ്ലീഷ് മീഡിയമാണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് ഉള്ളത്, എന്തൊക്കെയാണ് പാഠഭാഗത്ത് പറയുന്ന കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് നോക്കാം. റെഡിയാണോ? വാട്ടർ ആൻഡ് ലൈഫ്. വാട്ടർ എന്ന് പറഞ്ഞാൽ ജലം അല്ലേ, വെള്ളം. ആൻഡ് ലൈഫ്, ജീവിതം. അപ്പോൾ വെള്ളവും ജീവിതവും തമ്മിലുള്ള ബന്ധമാണ് ഈ പാഠഭാഗത്തിലൂടെ നമ്മളുടെ അടുത്ത് പറയുന്നത്. ഇവിടെ ഒരു കുട്ടി ചോദിക്കുന്നുണ്ട്, വേർ ആർ യു ഗോയിങ് സോ ഹറിലി? എന്താണ്, നീ ഇത്രയും വേഗം എങ്ങോട്ടാണ് പോകുന്നത് എന്ന്. ആരോടാ ചോദിക്കുന്നത്? പുഴയോടാണല്ലേ. ഇഫ് ഐ ഡോണ്ട് ഫ്ലോ ആൻഡ് എൻറിച്ച് ദ ലാൻഡ് പീപ്പിൾ വിൽ സഫർ. എന്താണ്, ഞാൻ ഇങ്ങനെ പോയിട്ടില്ലെങ്കിൽ ആളുകൾ വെള്ളം കിട്ടാതെ വളരെയധികം സഫർ ചെയ്യും, വളരെയധികം കഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. ഇനി വാട്ട് മേക്സ് ദ റിവർ സേ ദിസ്? എന്തുകൊണ്ടാണ് ഈ ഒരു റിവർ ഇങ്ങനെ പറയാൻ കാരണം എന്തുകൊണ്ടാണ്? കാരണം വെള്ളം എന്ന് പറയുന്നത് അത്രയും എസെൻഷ്യലായ ഒന്നാണ്. അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആളുകൾ മാത്രമല്ല ജീവികളും എല്ലാവരും പട്ടിണിയിലാവും അല്ലേ. അപ്പം അതുകൊണ്ടാണ് പുഴ അങ്ങനെ പറയാൻ കാരണം. ദെൻ വാട്ട് ഡു വി യൂസ് റിവർ വാട്ടർ ഫോർ? പുഴവെള്ളം നാം എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തിനൊക്കെയാണ്? സാധാരണ ഡയറക്റ്റ് നമ്മൾ പുഴവെള്ളം ഉപയോഗിക്കാറ് വല്ല കൃഷിക്കോ മറ്റൊക്കെ ഉപയോഗിക്കാറുണ്ട്. കുടിവെള്ളത്തിനൊക്കെ നമ്മളത് പ്യൂരിഫൈ ചെയ്തിട്ടാണ് ഉപയോഗിക്കാറ്. Can river water be used directly for drinking and other domestic purpose? കുടിക്കാനും മറ്റ് ഡൊമസ്റ്റിക് ആയിട്ടുള്ള ആവശ്യങ്ങൾക്കും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പുഴവെള്ളം ഉപയോഗിക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡൊമസ്റ്റിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യാനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എല്ലാത്തിനൊന്നും നമ്മൾ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാറില്ല. ഡ്രിങ്കിങ്ങിനും ഉപയോഗിക്കാറില്ല. അനലൈസ് ദ ഇലിസ്ട്രേഷൻ ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ള ഇലിസ്ട്രേഷൻ ഒന്ന് നോക്കാനാണ് പറയുന്നത്. ഇവിടെ നോക്കൂ, പുഴയിൽ നിന്ന് വെള്ളം എടുത്ത് ഓരോ ഘട്ടങ്ങളായിട്ട് അത് ഓരോ പ്രോസസ്സിലൂടെ കടന്നിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഫിൽറ്റർ ഔട്ട് ലാർജ് ഡെബ്രിസ്. വലിയ മാലിന്യങ്ങളൊക്കെ നമ്മൾ അതിൽ നിന്നും ഫിൽറ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ അലോ വേസ്റ്റ് ടു സെറ്റിൽ. അതിനുശേഷം ആ മാലിന്യങ്ങൾ അടിയാൻ വേണ്ടിയിട്ട് അനുവദിക്കുകയാണ്, അഥവാ ആ മാലിന്യങ്ങളൊക്കെ എടുത്ത് ഒരു ഭാഗത്ത് കൂട്ടും. ദെൻ തേർഡ് വൺ സ്ട്രെയിൻ ത്രൂ മൾട്ടി ലെയേർഡ് സൈവിസ്. പല തട്ടുകളിലുള്ള അരിപ്പകളിലൂടെ അതിങ്ങനെ അരിച്ച് അതിൽ എന്തെങ്കിലും മിനിമം വേസ്റ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ അരിച്ചരിച്ച് മാറ്റുന്നു. ദെൻ ഡിസ്ഇൻഫെക്റ്റ്. അതിൽ എന്തെങ്കിലും രോഗാണുക്കളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയൊക്കെ, ബാക്ടീരിയാസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജസ് ഓഫ് ഫ്രഷ് വാട്ടർ. ഫിഫ്ത്ത് വണ്ണായിട്ട് നിങ്ങൾ നോക്കൂ, സ്റ്റോർ ഇൻ ടാങ്ക്. അതിനുശേഷം ഇതിനെയെല്ലാം കൂടെ ഒരു ടാങ്കിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഡിസ്ട്രിബ്യൂട്ട് വാട്ടർ ടു ഹൗസസ്. അതിനുശേഷം ഈ വെള്ളമൊക്കെ വീടുകളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പ്യൂരിഫിക്കേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇത്രയും സ്റ്റേജസിലൂടെ കടന്നു പോയിട്ടാണ് നമ്മൾ ആ വെള്ളം നമ്മൾ ഉപയോഗിക്കാൻ, ഡ്രിങ്കിങ്ങിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. ദെൻ നോക്കൂ, ദ റിവർ വാട്ടർ ഗെറ്റ്സ് ഡെലിവേർഡ് ടു ദ ഹൗസസ് ആഫ്റ്റർ ഇറ്റ് ഈസ് ബീൻ പ്യൂരിഫൈഡ്. ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു സ്റ്റേജസിലൂടെ കടന്നു പോയതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു റിവർ വാട്ടർ വീടുകളിലേക്ക് എത്തിക്കുന്നത്. ഡു യു ഗെറ്റ് ദ വാട്ടർ റെഗുലർലി ഇൻ ദ സെയിം വേ? ഇങ്ങനെയാണോ നിങ്ങളുടെ വീട്ടിലും വെള്ളം എത്തുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ തന്നെയാണല്ലേ, നമ്മുടെ വീട്ടിലും ഈ പബ്ലിക്കായിട്ടുള്ള വെള്ളം എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം ഇത്തരത്തിലുള്ള പ്യൂരിഫൈ ചെയ്ത വെള്ളമായിരിക്കും. ദെൻ വാട്ട് ആർ ദ അതർ സോഴ്സസ് ഓഫ് വാട്ടർ യു ഡിപ്പെൻഡ് ഓൺ? ഇത് ഈ ഒരു റിവർ വാട്ടർ മാത്രമാണോ നിങ്ങൾ വീട്ടിലെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നത്? റൈറ്റ് ദം ഡൗൺ. താഴെ ഒന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒന്ന് തന്നിട്ടുണ്ട്, വെൽ എന്ന് പറഞ്ഞാൽ കിണർ ഉപയോഗിക്കാറുണ്ട്. പിന്നെ നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കും? റെയിൻ വാട്ടർ ഉപയോഗിക്കും, ബോർവെൽ ഉപയോഗിക്കും, പോണ്ട്, ലേക്ക്, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്? വെൽ, റെയിൻ വാട്ടർ, ബോർവെൽ, പോണ്ട്, ലേക്ക്. ഓക്കെ. ദെൻ ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഡു യു നീഡ് ഇൻ എ ഡേ? ഒരു ദിവസം നിങ്ങൾക്ക് എത്ര ലിറ്റർ വെള്ളം വേണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എത്ര ലിറ്റർ വേണം? ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് നോക്കൂ, എത്ര ലിറ്റർ വെള്ളം വേണമെന്ന്. Take a look at the table showing the approximate amount of water used by one person for various purpose. അയാളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വേരിയസ് പർപ്പസിന് ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് എമൗണ്ട് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. അതൊന്ന് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ടു ഡ്രിങ്കിന് എത്രയാണ്? 2.5 to 3.5 ലിറ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇൻ എ ഡേ ആണ് കേട്ടോ. ദെൻ ടു കുക്ക് ഫുഡിന് എത്രയാണ്? 3 to 4 ആണ്. ടു വാഷ് വെസൽസ് എന്നുള്ളത് 6 to 8 ആണ്. ടു ബാത്ത് ആൻഡ് വാഷ് ക്ലോത്ത്സ് എന്നുള്ളത് 30 ലിറ്റേഴ്സ് ആണ് എടുക്കുന്നത്. ദെൻ ഫോർ
സാനിറ്റേഷൻ എന്നുള്ളത് 50 ലിറ്റേഴ്സ് ആണ്. ഫോർ അതർ പർപ്പസ് 30 ആണ്. ടോട്ടൽ എന്ന് പറയുന്നത് 121.5 to 125 to 5. ഓക്കെ, അഥവാ 121.5 ലിറ്റർ മുതൽ 125.5 ലിറ്റർ വരെയാണ് ടോട്ടൽ അയാൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ കണക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ കമ്പയർ യുവർ ഡെയിലി യൂസ് വിത്ത് ദ യൂസേജ് ഇൻ ദ ഗിവൺ ബിലോ. ഇതേപോലെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ എത്ര ഉപയോഗിക്കുന്നുണ്ടെന്ന് ഒന്ന് ചെയ്തു നോക്കുക. ഓക്കെ, we have seen the daily use of water, haven't we? We can control and limit the use of certain things but not the drinking water. ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. എന്നിട്ട് നമ്മൾ പല കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്ന വെള്ളത്തിൽ നമുക്കൊരു ലിമിറ്റ് കൊണ്ടുവരാനൊക്കെ സാധിക്കും അല്ലേ. പലതും നമ്മൾ അനാവശ്യമായിട്ട് ഒരുപാട് യൂസ് ചെയ്യാറുണ്ട്. അതിലൊക്കെ നമുക്കൊരു ലിമിറ്റ് കൊണ്ടുവരാൻ സാധിക്കും. പക്ഷെ നമുക്ക് ഡ്രിങ്കിങ് വാട്ടറിൽ മാത്രം ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം വെള്ളം കുടിക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല. ഇനി ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ആൻഡ് ഡിക്രീസിങ് അവൈലബിലിറ്റി. എന്താണ്? കൂടുന്ന ആവശ്യങ്ങളും അത് കുറയുന്ന ലഭ്യതയുമാണ് ഇവിടെ പറയുന്നത്. അവൈലബിലിറ്റി ഓഫ് ഫ്രഷ് വാട്ടർ ഈസ് ഡിക്രീസിങ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ആൻഡ് ഇൻക്രീസ് ഇൻ ദ ലെവൽ ഓഫ് വാട്ടർ പൊല്യൂഷൻ. എന്താണ്? ജനസംഖ്യയുടെ പോപ്പുലേഷൻ്റെ വർധനവും അതുപോലെ തന്നെ ഈ പൊല്യൂഷനും വന്നതോടു കൂടിയിട്ട് അവൈലബിൾ ആയിട്ടുള്ള നല്ല വാട്ടറിൻ്റെ ഇത് കുറയുകയും അതുപോലെ തന്നെ അതിൻ്റെ ആവശ്യകത കൂടുകയുമാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് 200 crore people in the world do not have access to sufficient amount of fresh water. 200 കോടിയിലധികം വരുന്ന ആളുകൾക്ക് ഫ്രഷ് വാട്ടർ കിട്ടുന്നില്ല എന്നാണ് ഒരു കണക്ക്. If this situation continues, it is expected that the water storage will become more severe in the coming years. ഇങ്ങനെ തുടരുകയാണെങ്കിൽ ഇനി വരുന്ന കാലങ്ങളിൽ എന്തായാലും വാട്ടർ സ്കേഴ്സിറ്റി ഉണ്ടാവാനുള്ള ഇത് വളരെയധികം ചാൻസ് വളരെയധികം കൂടുതലാണ്. മില്യൺസ് ഓഫ് പീപ്പിൾ ഡൈ all over the world every year due to disease caused by water pollution. ഈ വാട്ടർ പൊല്യൂഷൻ കാരണം തന്നെ ഒരുപാട് ആളുകൾ, അതുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ കാരണം ഒരുപാട് ആളുകൾ ഓരോ വർഷവും മരിക്കുന്നുണ്ടെന്നാണ് കണക്ക്. For what purpose do you use the water most? എന്തിനാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്നത്? How many liters of water do you use approximately in your home per day? ഒരു ദിവസം നിങ്ങളുടെ വീട്ടിൽ ഏകദേശം എത്ര വെള്ളം ഉപയോഗിക്കും? ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് ഇറ്റ് ഇൻ യുവർ സയൻസ് ഡയറി. നിങ്ങളൊന്ന് കണ്ടെത്തിയിട്ട് അപ്പോൾ അതുപോലെ ടേബിൾ വരച്ച് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ വീട്ടിൽ ഏകദേശം എത്ര ഉപയോഗിക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങളത് സയൻസ് ഡയറിയിലൊന്ന് എഴുതുക. ഓക്കെ, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വാട്ടർ ഇൻ അവർ ബോഡി? നമ്മുടെ ബോഡിയിൽ ജലത്തിൻ്റെ വാട്ടറിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സീ ദ അപ്രോക്സിമേറ്റ് എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ അവർ ബോഡി. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വാട്ടറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബ്രെയിനിന് 73% വേണം, ബ്ലഡിലാണെങ്കിൽ 94% വേണം, കിഡ്നിയിൽ 79% വേണം, മസിൽസിൽ 75% വേണം, ഹാർട്ടിൽ 75% വേണം, ലങ്സിൽ 83% വേണം, ബോൺസിൽ 31% വേണം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? നമ്മുടെ ബോഡിയിൽ ഈ വാട്ടർ എന്ന് പറയുന്നത് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള പാർട്ടാണ്. വാട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി കറക്റ്റായിട്ട് പ്രവർത്തിക്കില്ല. നമ്മുടെ ഓരോ അസുഖങ്ങളുടെയും പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഈ ഒരു വെള്ളത്തിൻ്റെ കുറവ് കൊണ്ട് ഒരുപാട് അസുഖങ്ങൾ വരാറുണ്ട്. അപ്പോൾ വാട്ടർ എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യന് അത്രയും അത്യന്താപേക്ഷിതമാണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. വാട്ടർ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് കോമ്പണൻറ്റ് ഓഫ് ഹ്യൂമൻ ബോഡി. വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ ഓൾ ലൈഫ് ഫങ്ഷൻസ്. എന്താണ്? വെള്ളം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഒരു കോമ്പണൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഓരോ പ്രവർത്തനങ്ങളും ഓരോ ഫങ്ഷൻസും കറക്റ്റായിട്ട് നടക്കണമെങ്കിൽ വാട്ടർ ഈസ് ദ എസെൻഷ്യൽ പാർട്ട്. ഓക്കെ, ദെൻ വാട്ടർ ഇൻ പ്ലാന്റ്സ്. ഇനി നമുക്ക് പ്ലാന്റ്സിലെ വാട്ടറിനെ കുറിച്ചിട്ടാണ് നോക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഹ്യൂമൻ ബോഡിയിലെ വാട്ടറിനെ കുറിച്ച് മനസ്സിലാക്കി. പ്ലാന്റ്സ് ഓൾസോ നീഡ് വാട്ടർ. എന്താണ്? പ്ലാന്റ്സിനും വാട്ടർ ആവശ്യമാണ്. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് വാട്ടർ ഇൻ പ്ലാന്റ്സ്? എന്തൊക്കെയാണ് വാട്ടറിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് പ്ലാന്റ്സിൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലുക്ക് അറ്റ് ദ ഇൽസ്ട്രേഷൻ. ഇവിടെ താഴെ നമുക്കൊരു ഇൽസ്ട്രേഷൻ തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ടു ട്രാൻസ്പോർട്ട് ഫുഡ് ഫ്രം ലീവ്സ് ടു അതർ പാർട്സ് ഓഫ് പ്ലാന്റ്സ്. എന്താണ്? ആഹാരത്തെ ഇലകളിൽ നിന്നും മറ്റുള്ള സസ്യഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വാട്ടർ ആവശ്യമാണ്. ദെൻ ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണത്തിന് ഫോട്ടോസിന്തസിസിനും വാട്ടർ ആവശ്യമാണ്. ടു ട്രാൻസ്പോർട്ട് ദ അബ്സോർബ്ഡ് മിനറൽസ് ടു ദ ലീവ്സ്. അതുപോലെ തന്നെ അബ്സോർബ് ചെയ്തിട്ടുള്ള എല്ലാ മിനറൽസിനെയും ലീവ്സിലേക്ക് എത്തിക്കുന്നതിനും വാട്ടർ ആവശ്യമാണ്. ടു മെയിൻറ്റെയിൻ ദ സ്ട്രക്ചർ ഓഫ് ദ പ്ലാന്റ് ബോഡി. പ്ലാന്റ് ബോഡിയിലെ ആ സ്ട്രക്ചർ നിലനിർത്തണമെങ്കിലും വാട്ടർ അത്യാവശ്യമാണ്. ഓക്കെ, ഓൾ ലിവിങ് ബീയിങ്
നീഡ് വാട്ടർ ഫോർ ലൈഫ് ഫങ്ഷൻസ്. എല്ലാ ജീവികൾക്കും അതിൻ്റെ ഫങ്ഷൻസ് കറക്റ്റായിട്ട് നടക്കണമെങ്കിൽ അവിടെ വാട്ടർ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്, വളരെ എസെൻഷ്യലായ ഒന്നാണെന്നാണ് പറയുന്നത്. ദെൻ കളർ ആൻഡ് ഷേപ്സ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് എന്താണ്, നിറവും അതിൻ്റെ ആകൃതിയും. ഇറ്റ് ഡസ് നോട്ട് ഹാവ് കളർ ഓർ ഓർഡർ സോ ഇറ്റ് മസ്റ്റ് ബി പ്യുവർ വാട്ടർ. എന്താണ്, ഒരു കുട്ടി ഒരു വെള്ളം എടുത്തിട്ട് പറയുകയാണ് ഈ വെള്ളത്തിന് ഒരു ഓർഡറോ ഒരു നിറം ഒരു മണമോ അതുപോലെ തന്നെ ഒരു നിറമോ ഇല്ല, സോ എന്താണ് ഇറ്റ് മസ്റ്റ് ബി പ്യുവർ വാട്ടർ, അതുകൊണ്ട് ഇത് ശുദ്ധജലമായിരിക്കും എന്ന് പറയാൻ. ഡിഡ് യു നോട്ടീസ് എ ചൈൽഡ്സ് ഒപ്പീനിയൻ? ഈ കുട്ടിയുടെ അഭിപ്രായം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഡു യു എഗ്രി വിത്ത് ദി സ്റ്റേറ്റ്മെൻറ്റ്? ഈ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? ഇല്ല. ബിക്കോസ് എന്താണ്, അതിലെ ബാക്ടീരിയാസ് ആണ് നമ്മൾ നോക്കേണ്ടത്. ചിലപ്പം ഒരു വാട്ടർ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിറമുണ്ടാവാനോ മണമുണ്ടാവാനോ ചാൻസ് ഇല്ല, പക്ഷേ മേ ബി അതിലെന്തുണ്ടായിരിക്കും, ബാക്ടീരിയ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ബാക്ടീരിയയുടെ ബേസിലാണ് ആ വെള്ളം നല്ലതാണോ ചീത്തയാണോ എന്ന് നമ്മൾ നോക്കേണ്ടത്, അല്ലാതെ നിറത്തിൻ്റെയോ ആകൃതിയുടെയോ അടിസ്ഥാനത്തിലല്ല. ദെൻ some information from water quality testing report is given below. വാട്ടർ ക്വാളിറ്റി ടെസ്റ്റിങ്ങിൻ്റെ ചില റിപ്പോർട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, ടെസ്റ്റർ ഫാക്ടർ. ഫസ്റ്റ് വൺ കളറില്ല, ഓർഡറും ഇല്ല. ഓർഡർ എന്ന് പറഞ്ഞാൽ മണം. ഓക്കെ, ദെൻ ബാക്ടീരിയ ഉണ്ട്. വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് ടെസ്റ്റിംഗ് വാട്ടർ ലൈക്ക് ദിസ്? ഡിസ്കസ്. ഇത്തരത്തിലുള്ള ഈ വാട്ടർ ടെസ്റ്റിങ്ങിൻ്റെ ബെനിഫിറ്റ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്, നമുക്ക് നമ്മുടെ വാട്ടറിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ സാധിക്കും. അത് നല്ല വാട്ടർ ആണോ, നമുക്ക് എന്തെങ്കിലും കെമിക്കൽ അതിലുണ്ടോ അല്ലെങ്കിൽ ബാക്ടീരിയാസ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് അറിയണമെങ്കിൽ ഇത്തരത്തിലുള്ള വാട്ടർ ടെസ്റ്റിംഗ് കമ്പൽസറിയാണ്. റൈറ്റ് ദ ഡെഫിനീഷൻ ഓഫ് പ്യുവർ വാട്ടർ. പ്യുവർ വാട്ടറിൻ്റെ ഡെഫിനീഷൻ എഴുതാനാണ് പറയുന്നത്. എന്താണ് പ്യുവർ വാട്ടർ എന്ന് പറഞ്ഞാൽ? പ്യുവർ വാട്ടർ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയാസ് ഒന്നും ഇല്ലാത്ത വാട്ടറിനെയാണ് നമ്മൾ പ്യുവർ വാട്ടർ എന്ന് പറയുക. ടു ഫൈൻഡ് ഔട്ട് ദ വെദർ ദ വാട്ടർ യു ആർ ഡ്രിങ്കിങ് ഈസ് ക്ലീൻ, ടേക്ക് എ സാമ്പിൾ ഓഫ് ദ വാട്ടർ ആൻഡ് സെൻഡ് ഇറ്റ് ടു ക്വാളിറ്റി ടെസ്റ്റിംഗ് ലാബ്സ് ഇൻ യുവർ ലൊക്കാലിറ്റി ടു ഗെറ്റ് ടെസ്റ്റ് റിപ്പോർട്ട്. എന്താണ്, നിങ്ങൾ കുടിക്കുന്ന വെള്ളം, നമ്മൾ സാധാരണയായിട്ട് കുടിക്കുന്ന വെള്ളം അത് നല്ല വെള്ളമാണോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നറിയണമെങ്കിൽ നമ്മളത് എടുത്തിട്ട് നമ്മുടെ പരിസരത്തുള്ള നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള ടെസ്റ്റിംഗ് ലാബിലേക്ക് കൊണ്ടുപോയി കൊടുത്താൽ മതി. അപ്പോൾ നമുക്കതിൻ്റെ റിപ്പോർട്ട് കിട്ടുമെന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ്, ഡസ് വാട്ടർ ഹാവ് എ ഷേപ്പ്? എന്താണ്, നമ്മുടെ ജലത്തിന് ആകൃതിയുണ്ടോ എന്നാണ് ചോദ്യം. ദെൻ ടേക്ക് വാട്ടർ ഇൻ കണ്ടെയ്നേഴ്സ്. ഇവിടെ കുറച്ച് കണ്ടെയ്നേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ടേക്ക് വാട്ടർ ഇൻ കണ്ടെയ്നേഴ്സ് ഓഫ് വേരിയസ് ഷേപ്സ്. ഇത്തരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള പാത്രങ്ങളിൽ വെള്ളം എടുക്കുക. ഈസ് ദർ എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഷേപ്പ് ഓഫ് ദ വാട്ടർ ആൻഡ് ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ? ആ ഒരു വെള്ളത്തിൻ്റെ ആകൃതിയും ഈ പാത്രത്തിൻ്റെ ആകൃതിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബന്ധമുണ്ടോ? ഉണ്ട്. നമ്മൾ എടുക്കുന്ന കണ്ടെയ്നർ എങ്ങനെയുള്ളതാണോ അതിനനുസരിച്ചിട്ടായിരിക്കും വാട്ടറിൻ്റെ ഷേപ്സ് എന്ന് പറയുന്നത്. ഒബ്സർവ് ദ ഷേപ്പ് ഓഫ് ദ വാട്ടർ ഇൻ ഈച്ച് കണ്ടെയ്നർ ആൻഡ് ഡ്രോ ഇറ്റ് ഇൻ യുവർ സയൻസ് ഡയറി. എന്താണ്, ഈ ഓരോ പാത്രത്തിലെയും വെള്ളത്തിൻ്റെ ആകൃതി നിരീക്ഷിച്ച് ശാസ്ത്ര പുസ്തകത്തിൽ ഒന്ന് ചിത്രീകരണം നടത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചിത്രം വരച്ചു വെച്ചാൽ മതി. ദെൻ നെക്സ്റ്റ് വൺ, സിങ്ക് ഓർ ഫ്ലോട്ട്. എന്താണ്, സിങ്ക് എന്ന് പറഞ്ഞാൽ മുങ്ങുന്നവ, ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ മുങ്ങാത്തവ. അപ്പോൾ മുങ്ങുന്നവയും മുങ്ങാത്തവയുമാണ്. ഒബ്സർവ് ദ പിക്ചർ. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. 2 കുട്ടികൾ ബോട്ട് ഉണ്ടാക്കിയിട്ട് വെള്ളത്തിലൂടെ ഒഴുക്കി വിടുന്നത് അല്ലേ. ഡിഡ് യു സീ ദ പേപ്പർ ബോട്ട് ഫ്ലോട്ടിംഗ് ഇൻ ദ വാട്ടർ? എന്താണ്, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന കടലാസ് തോണി നമ്മൾ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഒബ്ജക്ട്സ് വിൽ ഫ്ലോട്ട് ഇൻ വാട്ടർ? ഏതൊക്കെ ഒബ്ജക്ട്സ് ആണ് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യുന്നത്, പൊങ്ങിക്കിടക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ക്യാൻ യു ഗെസ്? നിങ്ങളൊന്ന് ഗെസ് ചെയ്യാൻ പറയുന്നുണ്ട്. ദെൻ ചെക്ക് ദ വെദർ ദ ഗെസ്സസ് ആർ കറക്റ്റ് ആൻഡ് മാർക്ക് യുവർ ഫൈൻഡിങ്സ് ഇൻ ദ ടേബിൾ. അതിനുശേഷം ഈ ടേബിളിൽ നിങ്ങൾ ഇതൊന്ന് കണ്ടെത്തിയതിന് ശേഷം നിങ്ങൾ ടേബിളിലൊന്ന് ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് വൺ എന്താണ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്റ്റോൺ ആണ് അല്ലേ. അപ്പോൾ സ്റ്റോണ് എന്താണ്, മുങ്ങിക്കിടക്കുമോ ഇല്ലെങ്കിൽ ഫൈൻഡിങ്സ് എന്താണ്, ടിക്ക് കൊടുക്കണോ അതോ ഇൻറ്റു കൊടുക്കണോ എന്നുള്ളതാണ്. മുങ്ങിക്കിടക്കുമോ ഇല്ലയോ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സ്റ്റോൺ എന്ന് പറയുന്നത് അവിടെ എന്താണ്, മുങ്ങിക്കിടക്കുമോ? ഇല്ല. അപ്പോൾ അവിടെ ഇൻറ്റു മാർക്കാണ് കൊടുക്കേണ്ടത്. ദെൻ ബലൂൺ എന്താണ്, മുങ്ങിക്കിടക്കും, പൊങ്ങിക്കിടക്കും. ദെൻ കോയിൻ എന്ന് പറയുന്നത് താഴ്ന്നു കിടക്കും. പിന്നെ വുഡ് പീസ് എന്ന് പറയുന്നതോ, വുഡ് പീസ് താഴ്ന്നാണ് കിടക്കുക, പൊങ്ങിക്കിടക്കില്ല. ക്യാംഫർ എന്ന് പറയുന്നത് പൊങ്ങിക്കിടക്കും. അതുപോലെ പ്ലാസ്റ്റിക് പൊങ്ങിക്കിടക്കും. അയൺ നെയിൽ പൊങ്ങിക്കിടക്കില്ല. ലീഫ് പൊങ്ങിക്കിടക്കും. അതുപോലെ വാക്സ് പൊങ്ങിക്കിടക്കും. ഐസും
പൊങ്ങിക്കിടക്കും. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളിത് ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഗസ് ആദ്യം കൊടുക്കുക, അതിനുശേഷം ഫൈൻഡിങ്സ് കൊടുക്കുകയാണ് വേണ്ടത്. Then next one, we often utilize the ability of objects to float in water. Don't we? എന്താണ്, വെള്ളത്തിൽ ഇതുപോലെ പൊങ്ങിക്കിടക്കുന്ന വസ്തുക്കളുടെ കഴിവ് നമ്മൾ ചില ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാറുണ്ട് അല്ലേ. റൈറ്റ് സം എക്സാമ്പിൾസ് ഫോർ സച്ച് സിറ്റുവേഷൻ. അത്തരത്തിലുള്ള സിറ്റുവേഷൻസിന് എക്സാമ്പിൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒന്ന് തന്നിട്ടുണ്ട് റാഫ്റ്റിംഗ് അല്ലേ. പിന്നെ നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? ഫിഷിങ്, ബോട്ടിങ്. ഓക്കെ, ഫിഷിങ്, ബോട്ടിങ്, സ്വിമ്മിങ്, ഇതൊക്കെ ഇതിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തത് സോളിബിൾ ആൻഡ് ഇൻസോളിബിൾ ആണ് നമുക്ക് നോക്കാനുള്ളത്. അഥവാ വെള്ളത്തിൽ സോളിബിൾ ആവുന്ന, ലയിക്കുന്നവയും ഇൻസോളിബിൾ ആവുന്ന, ലയിക്കാത്തവയും ഏതൊക്കെയാണ്, അതിനെ കുറിച്ചിട്ടാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.